ആരാടാ നിന്നിങ്ങനെ കെട്ടിയിട്ടത്? ഇത് ആര് ചെയ്താണേലും കൊള്ളാം. വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇവരൊക്കെ കൊച്ചു കൊച്ചു ലില്ലിപുട്സ് അല്ലേ? അയ്യോ, അത് യൂണിക്കോൺ അല്ലേ? സംഗതി കൊള്ളാലോ. ഇവരെ കാണാൻ എന്തൊരു ഭംഗിയാ. ഇവനല്പം വലുതായിരുന്നെങ്കിൽ ഞാൻ ഈ കുതിര കയറി ഉറപ്പായും സവാരി നടത്തിയേനെ. വലുതാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും അത് വലുതായല്ലോ. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതെല്ലാം ഇവര് കേൾക്കുന്നുണ്ട്. പോവാം, നമുക്ക് ആകാശത്തിൽ കൂടെ ഒരു റൗണ്ട് പോയിട്ട് വരാം. കം ഓൺ ലില്ലിപുട്സ്, ലെറ്റ്സ് ഗോ. വേണ്ട ബണ്ടി, നിക്ക്, പോണ്ട. ബണ്ടി പറയുന്നത് കേക്ക്. പോടാ ചിണ്ടു. ഇപ്പെന്താ പറ്റിയത്? നീ ഇപ്പൊ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഈയിടെയായിട്ട് നീ ഓവറായിട്ടാ കളിക്കുന്നത്. ഇതൊക്കെ ചെയ്തത് നീ തന്നെയല്ലേ ചിണ്ടു? ആ ഗലിവർ ട്രാവൽസിന്റെ ബുക്കിൽ നിന്ന് ലില്ലിപുട്സ് പുറത്തേക്ക് എങ്ങനെയാ വന്നത്? ഇതിനെല്ലാം കാരണം നിന്റെ മാജിക് ആണ്. അതെ, കാര്യം ശരിയാണ്. ഞാനാണ് വിരലിനെ ഒടിച്ചത്. പക്ഷെ അതൊക്കെ സംഭവിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ലല്ലോ. ബണ്ടി യൂണിക്കോണിൽ കയറി പോയിരിക്കുക. അവനെ തിരിച്ചു കൊണ്ടുപോവാ. അവരെയൊക്കെ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചയച്ചേക്ക്. ഓക്കെ ബോസ്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ബണ്ടിയെ തിരിച്ചു കൊണ്ടുവാ. അവരെല്ലാരും തിരിച്ചു പോട്ടെ. എന്റെ മാജിക് അവരുടെ വർക്കാവുന്നില്ലല്ലോ. കാരണം അത് എന്റെ മാജിക് പവർ കൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പൊ നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, ഓക്കെ, നിനക്കും കൂടി ഒരു യൂണിക്കോൺ തരാം. വേഗം ചെന്ന് അവരെ ചേസി. ചെല്ലു വീർ, ചെല്ലുന്നേ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറക്കാണ്. വണ്ടി അവിടെ നിക്ക്, തിരിച്ചു വന്നേക്ക്. അത് മാജിക്കൽ യൂണിക്കോൺ ആണ്. അതിനെ നമുക്ക് തിരിച്ചയച്ചേ പറ്റൂ. വീർ, നിനക്ക് എന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. ഞാനിതിനെ തിരിച്ചയക്കുന്ന പ്രശ്നമേ ഇല്ല. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഇത് ഏതാണ്ട് ഒരു ഗ്യാസ് ഉണ്ടാക്കുന്ന ഫാക്ടറി പോലെ ഉണ്ടല്ലോ. ഹലോ, എന്റെ ഗ്യാസിന്റെ എക്സ്പെരിമെന്റ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടോ, അതിന്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങളെ വിട്ടേക്കണേ, ഞങ്ങളെ ഒന്നും ചെയ്യില്ലേ. ഇപ്പോ ഞാൻ ഈ ഗ്യാസിന്റെ പവർ യൂസ് ചെയ്ത് ഈ ലോകം മൊത്തം ഞാൻ കീഴടക്കുന്നതാണ്. ആരെങ്കിലും എനിക്കെതിരായിട്ട് നിന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കാറ്റിൽ മായയായി പോകുന്നതാണ്. ആരാണ് നീ? നന്മയുടെ കൂട്ടുകാരൻ, തിന്മയുടെ ശത്രു. എന്റെ പേര് വീർ, വീർ ദ റോബോ ബോയ്. എന്റെ പേര് ഗ്യാസ് സോളിയൻ എന്നാണ്. പിന്നെ ഞാൻ എന്റെ ഈ അപകടം നിറഞ്ഞ ഗ്യാസ് വെച്ച് എല്ലാവരെയും കാറ്റിൽ ഇവോപ്പറേറ്റ് ചെയ്ത് കളയുന്നതാണ്. ഇപ്പോൾ ഇതാ നീയും പോകേണ്ട സമയമായി കഴിഞ്ഞു. വേഗം ചെന്ന് ആ ചെക്കനെ പിടിക്ക്. എത്രയും വേഗം അവനെ പിടിച്ചു കൊണ്ടുപോ. ഒന്ന് വേഗം ചെല്ലടാ. അത് കണ്ടോ, അവിടെ ഏതൊരു സീക്രട്ട് വഴിയുണ്ടെന്ന് തോന്നുന്നു. വാ പോയി നോക്കാം.
ഒരുപക്ഷെ ഈ ക്രിസ്റ്റൽ ബോളിൽ നിന്നും പവേഴ്സ് പ്ലാനറ്റിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അത് തിരിച്ചു വരികയില്ല, ഒരിക്കലും വരികയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഒരു അല്പം സമയം കൂടി എനിക്ക് വേണം. അവരെ ആദ്യം തടഞ്ഞു നിർത്തുമോനെ. അത് വലിയ റോബോട്ടായി മാറിയിരിക്കണല്ലോ. വേഗം ചെന്ന ക്രിസ്റ്റൽ ബോൾ എടുത്തുകൊണ്ട് വരൂ, വേഗം. വീർ, കുറച്ച് സമയം കൂടി വേണം. ഇനി 2 പ്ലാനറ്റ്സിന്റെ റേസും കൂടി ബാക്കിയുണ്ട്. യെസ് യെസ്, വേഗം അത് എടുത്തുകൊണ്ട് വാ. എക്സ്ട്രാ പവർ ഓൺ, എക്സ്ട്രാ പവർ ഓൺ. No, വീർ. ഞാനെങ്ങനെ ഇവിടെ വന്നത്? ആ ക്രിസ്റ്റൽ ബോൾ അവിടെ പോയി. വീർ, നമ്മൾ വിചാരിച്ചത് സാധിച്ചു മോനെ. ഇപ്പൊ ആ ക്രിസ്റ്റൽ ബോൾ വെറും വേസ്റ്റ് ആണ്. ഡോക്ടർ പ്രേം സഹായ്, ഞാൻ വീണ്ടും വരുന്നതാണ്. ആ ചെക്കൻ ഗ്യാസ് നമ്പർ 3 പുറകിലാണ് നിൽക്കുന്നത്. ചെന്ന് പിടിക്ക, പിടിയവനെ. ഓ നോ. നിങ്ങളൊക്കെ എങ്ങനെ അകത്തേക്ക് വന്നത്? നിങ്ങളോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. അവിടെ ഒരു സീക്രട്ട് ഡോർ ഉണ്ടായിരുന്നു. നിന്നെ എങ്ങനെ തനിച്ചാക്കി ഞങ്ങൾക്ക് പോവാൻ പറ്റോ? എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളെല്ലാം വേസ്റ്റാ. ഈ കൊച്ചു പിള്ളേരെ പോലും നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നില്ലല്ലേ? വേഗം വാ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണം. നീ ഇതെങ്ങോട്ടായി ഓടുന്നേ? നീ എന്റെ ഫാക്ടറി മൊത്തം നശിപ്പിച്ചിരിക്കുകയാണ്. എന്റെ നിരവധി വർഷത്തെ അധ്വാനം നീ കാറ്റിൽ പറത്തിയിരിക്കുന്നു. റോബോ ബോയ്, ഇപ്പോഴീ ഫാക്ടറോയിഡ് റോബോട്ടിന്റെ അറ്റാക്ക് കൊണ്ട് നീ നശിച്ചു പോകും. അതെ, ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്റെ ന്യൂട്രോണിയസ് ഗ്യാസ് വെച്ച് എന്നേക്കുമായി അപ്രത്യക്ഷമാക്കുവാൻ പോവുകയാണ്.